ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിസ കാലാവധി നീട്ടി നൽകി ഇന്ത്യ. ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുവാൻ ആവശ്യമുയരുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. ഹസീനയടക്കം 96 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കിയതായി മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ വിസ കാലാവധി നീട്ടി നൽകിയത്. 16 വർഷം നീണ്ട അവാമി ലീഗിന്റെ ഭരണം അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ കഴിഞ്ഞ ഓഗസ്റ്റ് 5-നാണ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയോട് നയതന്ത്ര തലത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഹസീനയടക്കം നിരവധി പേർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ അറസ്റ്റ് വാറന്റ് ഇറക്കിയിരുന്നു. ഹസീനയ്ക്ക് പുറമെ മുൻ മന്ത്രിസഭാംഗങ്ങൾ, ഉപദേശകർ, സൈനികർ എന്നിവർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. 100 കണക്കിന് ആളുകളെ കാണാതായ കേസിലാണിത്. ഹസീനയുടെ പേരിൽ 3 കേസുകളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ ട്രിബ്യൂണൽ എടുത്തത്. ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയെന്ന വാർത്തകൾ കേന്ദ്രം തള്ളിയതായി സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിസ നീട്ടി നൽകുന്നത് ഹസീനയ്ക്ക് നൽകുന്ന അഭയാർത്ഥി പരിരക്ഷയാണെന്ന് കരുതേണ്ടതില്ലെന്നും ഇവർ പറയുന്നു. കനത്ത സുരക്ഷയിൽ ഡൽഹിയിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് ഹസീന ഉള്ളതെന്നാണ് വിവരം. നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഹസീനയെ വിട്ടുതരണമെന്ന് ഡിസംബർ 23-ന് ഔദ്യോഗികമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. 2024-ലുണ്ടായ പ്രക്ഷോഭം അക്രമാസക്തമായതിനു പിന്നിലും നിരവധി പേരെ കാണാതായതിനു പിന്നിലും ഹസീനയ്ക്ക് പങ്കുണ്ടെന്നും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുമാണ് ബംഗ്ലാദേശ് അന്ന് ആവശ്യപ്പെട്ടത്. ഈ ആഴ്ച ആദ്യം ഹസീനയുടെയും മറ്റ് 96 പേരുടെയും പാസ്പോർട്ടുകൾ സർക്കാർ റദ്ദാക്കിയിരുന്നു.